LDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനുള്ള പരാതി ഡ്രാഫ്റ്റ് ചെയ്തുവെന്ന് ഷാഫി പറമ്പിൽ ഇന്ന് നോട്ടീസ് അയക്കും. ഏത് വീഡിയോ ആയാലും തന്റെ മനസ്സറിവില്ലാത്തതാണ്. ഇല്ലാത്ത വീഡിയോ ഉണ്ടെന്ന് LDF സ്ഥാനാർത്ഥി പത്രസമ്മേളനങ്ങളിൽ രേഖാമൂലം പറഞ്ഞുവെന്നും ഷാഫി പറമ്പിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരാതി ഞങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്തു, ഇന്ന് നോട്ടീസ് അയക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് രണ്ട് ആൾക്കാരോടും കൂടെ ഒരു ഒപ്പീനിയൻ ചോദിച്ചിട്ട് ഇന്ന് നോട്ടീസ് അയക്കും. ഏത് വീഡിയോ ആണെങ്കിലും എൻ്റെ മനസ്സറിവില്ലാത്തൊരു കാര്യമാണ്. ഞാൻ അറിഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെ എൻ്റെ അറിവോടെയാണെന്ന് പറയുക, എൻ്റെ അറിവോടെയാണെന്ന് രേഖാമൂലം എഴുതുക, എൻ്റെ അറിവോടെയാണെന്ന് പത്രസമ്മേളനത്തിൽ പറയുക. അതുമാത്രമല്ല, അറിഞ്ഞിട്ടോ ഒറിജിനൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സാധനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് സാനിയോ മനോമി നൽകും വിവരങ്ങൾ. സാനിയോ, വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ മറ്റു വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഈ സൈബർ ആക്രമണം വലിയ ചർച്ചയായി. LDF സ്ഥാനാർത്ഥി തന്നെ UDF സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. പക്ഷേ ഒടുവിൽ അവർ തന്നെ അത് തിരുത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ നിയമ നടപടി സ്വീകരിക്കുകയാണ് LDF സ്ഥാനാർത്ഥിക്കെതിരെ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർ നടപടികളിലേക്ക് അദ്ദേഹം കടന്നു. എന്താണ് വിവരങ്ങൾ? വിനീത, മറ്റൊരു മണ്ഡലങ്ങളിലും ഇല്ലാത്ത തരത്തിലാണ് വടകരയിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. സൈബർ ആക്രമണം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ, ഇതിന്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഷാഫി ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ വിശദീകരണം വളരെ കൃത്യമാണ്. അതായത് LDF സ്ഥാനാർത്ഥിക്കെതിരായ വീഡിയോ, അത് അശ്ലീല വീഡിയോ ആകട്ടെ അല്ലെങ്കിൽ ചാനലിന്റെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച വീഡിയോ ആകട്ടെ, അത് താൻ എഡിറ്റ് ചെയ്തു എന്നാണ് LDF സ്ഥാനാർത്ഥി പറഞ്ഞത് എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. അതിനെതിരെയാണ് താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുക. താൻ എഡിറ്റ് ചെയ്തതാണെന്ന് ആദ്യം തന്നെ പത്രസമ്മേളനത്തിലും അതുപോലെ പരാതികളിൽ രേഖാമൂലം ഒക്കെ പറയുന്ന സാഹചര്യമുണ്ടായി. ഈ സാഹചര്യം ഉണ്ടായത് മൂലം തനിക്ക് വളരെയധികം വ്യക്തിഹത്യ നേരിട്ടു, മാനഹാനി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിൻവലിയുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു? അതിനെതിരെ, അത് തന്നെ മനഃപൂർവ്വം വ്യക്തിഹത്യ നടത്താൻ മാത്രം ഒരു ഘട്ടത്തിൽ ചെയ്തതാണ്, ആളുകളെ മിസ്ലീഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ചെയ്തതാണ് എന്നൊക്കെയാണ് ഷാഫി ഇപ്പോൾ പറയുന്നത്. ഏത് വീഡിയോ ആയാലും അത് തന്റെ മനസ്സറിവില്ലാതെ ചെയ്തതാണ് ആരാണെങ്കിലും. പക്ഷേ അങ്ങനെ ഒരു വീഡിയോ തന്നെ ഇല്ലെന്ന് പറയുമ്പോൾ അത് ആര് ചെയ്തതാണെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നില്ല എന്നാണ് ഷാഫി പറയുന്നത്. ഏതായാലും ഇപ്പോൾ പരാതി ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. വിദഗ്ധരുടെ അടക്കം നിയമോപദേശത്തോടു കൂടിയായിരിക്കും ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കൊടുക്കുക. KK ശൈലജയുടെ ഒക്കെ ഒരു നിലപാട് എന്താണ്? പ്രതിരോധത്തിലായ നിലയ്ക്ക് അവർ ഇപ്പോൾ നിയമ നടപടിയോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? LDF സ്ഥാനാർത്ഥി പറയുന്നത് നിയമ നടപടിയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് തന്നെയാണ്. കാരണം അവർ പറയുന്നത് താൻ ഒരിടത്തും അശ്ലീല പോൺ വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞത് പോൺ ഫോട്ടോ തന്നെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നാണ്. വീഡിയോ എന്ന് പറയുന്നത് അത് 2 ചാനലുകളുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചാണ് താൻ പറഞ്ഞത്. അശ്ലീല വീഡിയോ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് LDF സ്ഥാനാർത്ഥി പറയുന്നത്. പകരം പോൺ ഫോട്ടോ ഉണ്ട് എന്ന് താൻ പറഞ്ഞതായും അവർ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോകളടക്കം വന്നിട്ടുമുണ്ട്. വിനീത, ശരി. സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിയത്. വടകരയിൽ ഏതായാലും ഷാഫി പറമ്പിൽ KK ശൈലജയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാഫിയുടെ വാക്കുകൾ